നമസ്കാരം. ഗവർണർ സർക്കാർ പോരുകൾ മുറുകുന്ന സാഹചര്യത്തിൽ അവിടെയും കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഏകോപന ചുമതല ഗവർണറിന് കൈമാറിയിരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ. അതായത് ഇനി ED അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകളിൽ ഗവർണർമാർക്ക് ഇടപെടാം എന്ന് മനസ്സിലാകുന്നു. മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടി മുതൽ കരുവന്നൂർ അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കയറി ഇറങ്ങുന്ന കേസുകളിൽ നിർണായക തീരുമാനം ഗവർണർക്ക് എടുക്കാൻ സാധിക്കുമെന്നാണ് ചുരുക്കം. മുഖ്യമന്ത്രി പദവിയിലിരിക്കുന്ന പിണറായി വിജയന്റെ മുട്ടിടിക്കാൻ ഇതിലും വലിയ കേന്ദ്ര ഇടപെടൽ വേണമോ? ഗവർണർ സർക്കാർ പോരും മുറുകുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് പ്രതിസന്ധിയായിക്കൊണ്ട് കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അന്വേഷണ ഏജൻസികളുടെ സംസ്ഥാനതല കോർഡിനേറ്റർ ഏകോപന ചുമതലയാണ് ഗവർണർമാർ വഹിക്കണമെന്ന് ഇപ്പോൾ കേന്ദ്രം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാഷ്ട്രപതി വിളിച്ചു ചേർത്ത ഗവർണർ ലഫ്റ്റനന്റ് ഗവർണർമാരുടെ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച വലിയ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് രാഷ്ട്രീയ വിവാദം സൃഷ്ടിക്കുന്ന ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. രാജ്ഭവൻ പ്രവർത്തനം സുതാര്യമാക്കുക, ജനകീയ വിഷയങ്ങളിൽ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഗവർണർമാർ വേദിയൊരുക്കുക, സമൂഹ മാധ്യമം വഴി കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ ചർച്ചയായിരിക്കുന്നത്. ഇക്കാര്യത്തിലെല്ലാം ഗവർണർമാരുടെ വലിയ പങ്കാളിത്തം ഉണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണം സംസ്ഥാന തലത്തിൽ എന്നാണ് ഇപ്പോൾ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും സുപ്രധാനം ഗവർണർമാർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സംസ്ഥാനതല ഏകോപനം നിർവഹിക്കുക എന്നതാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കേസുകൾ സംബന്ധിച്ച വിവരങ്ങൾ സംസ്ഥാന സർക്കാരിന് കൈമാറുന്ന പതിവില്ല. എന്നാൽ ഇനി മുതൽ കേന്ദ്ര ഏജൻസികളുടെ കേസുകൾ സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും ഗവർണർമാർക്ക് ലഭ്യമാക്കിയിരിക്കണം. ED, CBI തുടങ്ങിയ ഏജൻസികളുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട്, തൽസ്ഥിതി റിപ്പോർട്ട് എന്നിവയും സമർപ്പിക്കണം. ഇതുവഴി അന്വേഷണ ഏജൻസികൾക്കെതിരെയുള്ള എതിർപ്പ് ലഘൂകരിക്കാൻ ഗവർണർമാർക്ക് സാധിക്കുമെന്നാണ് യോഗത്തിൽ ഉയർന്ന അഭിപ്രായം. നേരത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അനധികൃത പ്രവേശനവും കേസെടുക്കലും വ്യാപക പ്രതിഷേധം സൃഷ്ടിച്ചിരുന്നു. കേരളം, പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, ഛത്തീസ്ഗഡ്, കർണാടക സംസ്ഥാനങ്ങൾ അന്വേഷണ ഏജൻസികളുടെ അനധികൃത ഇടപെടൽ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. ബംഗാളിൽ ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവൻ ജീവനക്കാരിയെ പീഡിപ്പിച്ചു എന്ന വ്യാജ സംഭവം, ഒഡീഷയിൽ ഗവർണറുടെ മകൻ രാജ്ഭവൻ ജീവനക്കാരനെ മർദ്ദിച്ച സംഭവം, കേരളത്തിൽ സർവകലാശാല VC നിയമനം, തമിഴ്നാട്ടിൽ ബില്ലുകൾ തിരിച്ചയച്ച് ഗവർണറുടെ നടപടി എന്നിവ ഏറെ വിവാദം സൃഷ്ടിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഗവർണർമാർ അന്വേഷണ ഏജൻസികളുടെ ഏകോപനം നടത്തണമെന്ന നീക്കവുമായി കേന്ദ്രം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഭരണഘടന അനുസരിച്ച് പൊതുജനാഭിപ്രായം സ്വരൂപിക്കാനും പ്രശ്നങ്ങളിൽ ഇടപെടാനും രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും അനുവാദം നൽകുന്ന വ്യവസ്ഥ നിലനിന്നിരുന്നു. ആദ്യ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത്തരത്തിൽ രാഷ്ട്രപതി ഭവനിൽ പൊതുജന സമ്പർക്ക പരിപാടി നടത്തി ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് ശ്രവിച്ചിരുന്നയാളാണ്. എന്നാൽ ഭരണഘടനാ തത്വങ്ങൾ പാടെ വിസ്മരിക്കുന്ന നിലവിലെ ഗവർണർമാർ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന നിലയിലേക്ക് തരം താഴുക മാത്രമാണ് പുതിയ നിർദ്ദേശം വഴി സംഭവിക്കുകയെന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ അഭിപ്രായപ്പെടുന്നു. ഏതായാലും ഈ ഒരു സംഭവത്തോടു കൂടി കേരളത്തിന്റെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ എല്ലാ കേസുകളും അല്ലെങ്കിൽ ചുമതലകളും ഒക്കെ ഗവർണറുടെ കൈകളിലേക്ക് എത്തുന്നു. സർക്കാരിന്റെ ഒരു ഇടപെടൽ മാറ്റിവെച്ചുകൊണ്ട് ഗവർണറുടെ ഒരു ഇടപെടൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ അടക്കമുള്ള മാസപ്പടി കേസ് അടക്കം, കരുവന്നൂർ കേസ്, ED, CBI ഒക്കെ അന്വേഷിക്കുന്ന കേസുകളെല്ലാം തന്നെ ഗവർണറിന്റെ അന്വേഷണ പരിധിയിലേക്ക് എത്തുന്നു. ഇത് സർക്കാരിന് വലിയ തിരിച്ചടിയാവുകയാണ്.